ഈ ക്ലോക്കിന്റെയും കലണ്ടറിന്റെയും ക്വസ്റ്റൻ ഒക്കെ ഇല്ലേ, ഈ ക്ലോക്കിന്റെയും കലണ്ടറിന്റെയും ക്വസ്റ്റൻ ഒക്കെ നമുക്ക് വരാനുള്ള കാരണം മനസ്സിലായി? നമുക്ക് വരാനുള്ള കാരണം എന്താ? ഈ കുട്ടികളെ ഈ ക്ലോക്കും കലണ്ടറിന്റെ ഒക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഇത് മിനിറ്റ് സൂചിയാണെന്ന്, മണിക്കൂർ സൂചിയാണ്, ഇത് ഡേറ്റ് ആണെന്ന്, മാസമാണ്, ദിവസമാണെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എപ്പോഴാണ്? 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെയാണ്. അവിടെ നിന്നാണ് ഈ ചോദ്യം കയറി വരുന്നത്. എന്ത് ശിശുദിനം എന്നാണെങ്കിലും മറ്റേന്നാണെങ്കിലും ചോദിക്കുന്നില്ലേ? ആ പരിപാടി 4ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് എന്നാണ് വരുന്നത് കേട്ടോ. ചെറിയ രീതിയിൽ ഇങ്ങനെ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യാനൊക്കെ പറഞ്ഞു. தலையறுக்கும் அசுரன் போல் சிறகடிக்கும் கழுகன் போல் அலையடிக்கும் திரையை போல் களத்தில் வண்ணும் உருகும் கயலே நீ. മാത്സിനോടുള്ള പേടി കുറേ കുറഞ്ഞു. മറ്റേ കേട്ടിട്ടിന് മാത്സ് എന്ന് പറഞ്ഞ വിഷയം ഭയങ്കര പേടിയായിരുന്നു. സാറിൻ്റെ ക്ലാസ് കൊണ്ട് അത് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അടിപൊളി ക്ലാസ്, നോട്ട്സൊക്കെ തന്നു, ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അടിപൊളി ക്ലാസ് ആയിരുന്നു. നൈസായിട്ട് എല്ലാ ടോപ്പിക്കും കവർ ചെയ്തു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ സാറ് എടുത്തു, കുറേ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റി. നമുക്കറിയണ ഏകദേശം നല്ല ടോപ്പിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യാനൊക്കെ പറഞ്ഞു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഈ ഒരാഴ്ച കൊണ്ട് ആകെ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഈ പഠിച്ചത് റിവൈസ് ചെയ്താൽ മതി. പുതിയ കാര്യങ്ങൾ ഇനി ഓവറായിട്ട് അങ്ങോട്ട് കയറി പഠിക്കണമെന്നില്ല. പഠിച്ച് റിവൈസ് ചെയ്യുക. ഇപ്പം നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ കയറുന്നത് എന്തും എടുത്തിട്ടാണ്? ക്ലാസ്സുകളൊക്കെ നമ്മൾ എക്സ്ട്രാ ഈ പറയുന്ന പോയിന്റ് ഒക്കെ കവർ ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റൻ റെഫർ ചെയ്തിട്ടാണ് ഈ പറയുന്ന നോട്ടൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പരമാവധി അങ്ങനെ തന്നെ എനിക്ക് കവർ ചെയ്ത് പഠിക്കാൻ നോക്കാം ഒരൊറ്റ ആഴ്ച.